ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ ആള് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പോയാൽ ഏതറ്റം വരെ പോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്താൽ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു താത്വിക അവലോകനം നിങ്ങളെക്കുറിച്ച് നടത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയാൽ എവിടം വരെ പോകും, ചെയ്താൽ എവിടം വരെ ചെയ്യും, അതിൻ്റെ അറ്റം എന്തായിരിക്കും. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു വിശകലനം നിങ്ങളുടെ മച്ചമ്പി ചെയ്തു വെച്ചിട്ടുണ്ട്, അറിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാര്യങ്ങൾ വരുമ്പോൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല, അതുവരെ A to Z കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ ഏതറ്റം വരെ പോകും എന്ന് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, കണക്കുകൂട്ടലുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ്. കാരണം എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ പരിപാടികളിൽ നിന്നിട്ടുണ്ടെങ്കിലും നിങ്ങളോട് വന്ന് ഒരു മാപ്പ് പറഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സറിഞ്ഞ് വന്ന് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം അവിടെ മെൽട്ടായി പോകും എന്നും നിങ്ങളുടെ മച്ചമ്പിക്കറിയാം. നിങ്ങളുടെ മെൽറ്റിംഗ് പോയിന്റ് ഏതാണ് നിങ്ങളുടെ ഒരു ഹൃദയത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ആള് നല്ല രീതിക്ക് അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ ഈ വ്യക്തിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ ആന ബോണ്ടൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ വെച്ചേക്കൂല, അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. ഈ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ, ഓർമ്മകളിൽ, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. വേറൊരു പരിപാടികൾ, വേറൊരു വ്യക്തിനെ സെലക്ട് ചെയ്യുന്നതോ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോകുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും സെലക്ട് ചെയ്യില്ല എന്നും ഇവർക്ക് ഒരു ധൈര്യമുണ്ട്. കാരണം നിങ്ങളുടെ മച്ചമ്പി ഈ ലോകത്തുള്ള എവിടെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഇന്നൊരാൾ അവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് സ്റ്റക്കായിട്ട് നിൽക്കാൻ പറ്റുന്ന, ഒരു ഹാങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന പാകത്തിൽ ഒരാൾ അവിടെ ഉണ്ട്. അത് ചിലപ്പോൾ തർക്കിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ആരും ആയിക്കോട്ടെ. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തി അവിടെ ഉണ്ട്.
കാരണം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില കണ്ണികൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കണ്ണി ചിലപ്പോൾ അത് മക്കളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് മാനസിക അടുപ്പം ഈ വ്യക്തിയുടെ അടുത്ത്, നിങ്ങളുടെ മച്ചമ്പിയുടെ അടുത്ത് തോന്നിയിട്ടുണ്ടാകാം. ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, മാരീഡ് അല്ലാന്നുണ്ടെങ്കിലും മാരീഡ് ആയ ആളുകളെ പോലെ ലൈഫ് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകാം. കാരണം നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട്. ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു ആബ്സെൻസ് നിങ്ങളെ കീറി മുറിക്കുന്നുണ്ട്, വരിഞ്ഞു മുറിക്കുന്നുണ്ട് എന്നുള്ളൊരു വേദന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ഈ നിങ്ങളുടെ മച്ചമ്പി പഠിച്ച് അരച്ച് കലക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അറിഞ്ഞോ അറിയാണ്ടോ നിങ്ങളുടേതായിട്ടുള്ള ഹിസ്റ്ററി, നിങ്ങളുടെ പേഴ്സണൽ ഹിസ്റ്ററി ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പല സിറ്റുവേഷൻസ്, ചുറ്റുപാടുകൾ, കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ മനസ്സിലാക്കി പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അത് പിന്നീട് അത് എന്താ പറയാ, ആ ബിഗിനിങ് സ്റ്റേജിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അത് നിങ്ങൾ അവർക്ക് കൊടുത്ത ഒരു എന്താ പറയാ, നമ്മൾ ഒരു ആയുധം കൊടുക്കൂലേ, ആ ഒരു ആയുധം പോലെ നിങ്ങളുടെ നേർക്ക് ചൂണ്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നേരിലോട്ട് എറിയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി പ്രയോഗിക്കും, ചില സമയത്ത് അങ്ങനെയുള്ള രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കാരണം ഇത് എന്താ പറയാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലോട്ട് നിങ്ങളുടെ വ്യക്തിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലോട്ട്, ആ ഒരു പോയിന്റിലോട്ടൊന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ വരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പലതും അറിഞ്ഞും കണ്ടും പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ എല്ലാം സിറ്റുവേഷൻസ് അറിയണം, ആളുകൾ അറിഞ്ഞ് പ്രവർത്തിക്കണം, ആളുകളുടെ മനസ്സ് പ്രവർത്തിക്കണം. എല്ലാം നിങ്ങളുടെ ആവശ്യമല്ല, മറ്റുള്ളവർക്കും ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരുടെ മനസ്സും അറിഞ്ഞ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെതായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് പരാതികൾ കൂടുതൽ വരുന്നത്, ഇവരുമായിട്ട് തർക്കം കൂടുതൽ വരുന്നത് എന്നൊക്കെ ഇവര് ചിന്തിക്കുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്നത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്, നിങ്ങൾ പറയുന്നത് ന്യായമായിട്ടുള്ള പരിപാടികളാണ്. പക്ഷെ ആ ന്യായം നിങ്ങൾക്ക് മാത്രമാണ്. മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അത് അന്യായമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നത്. അതാണ് തർക്കങ്ങൾ വരാനുള്ള കാരണം. കാരണം ഇതില് എന്താ പറയാ, ഒരു ആവശ്യമില്ലാതെയൊക്കെയുള്ള തർക്കങ്ങൾ ചില സമയങ്ങളിൽ ഈ കോൾഡ് വാർ പോലെയൊക്കെ വരുന്നുണ്ട്. സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കുക, വാനിഷ് ആയി പോവുക, വരിക, പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളും ചിലതിൽ എന്താ പറയാ, ഒരു വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ വരെ ഇതിൻ്റെ അത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് രണ്ടു കൂട്ടർക്കും ഇതുകൊണ്ട് വിഷമമാണ് ഉണ്ടാവുന്നത്. രണ്ടു കൂട്ടർക്കും സന്തോഷമല്ല, വിഷമങ്ങളാണ് ഉണ്ടാവുന്നത്. ആ വിഷമങ്ങൾ മുതലെടുത്ത് നിൽക്കാനായിട്ട് പല ആളുകളും നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള കൂട്ടുകെട്ടിൽ, അല്ലെങ്കിൽ വ്യക്തിയുടേതായിട്ടുള്ള സംസർഗത്തിൽ ഉണ്ട്. അതാണ് ഇതിനുള്ള കാരണം. നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ പരിപാടി. നിങ്ങളുടെ വ്യക്തിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഒരു പരിപാടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കയറി പറ്റിയിട്ടുണ്ട്. ഒഴിവാക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. ചിലപ്പോൾ മദ്യപാനമായിരിക്കാം,
അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അവരുടെ ഇടപെടലുകൾ കാര്യങ്ങളായിരിക്കാം. കാരണം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് വരുമ്പോൾ കമ്പയർ ചെയ്യാണ് ഫുള്ള്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു. കാരണം മറ്റുള്ളവരുടെ പോളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. മറ്റുള്ളവരുടേതായിട്ടുള്ള ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഒരു തെറ്റ് ഒരാൾ ചെയ്തു, അപ്പൊ അത് നമുക്ക് നന്നാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചും കൊടുക്കാം. പക്ഷെ കൈയടിച്ച് ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ കൂടെയാണ് നിങ്ങളുടെ വ്യക്തി സഹവാസം. അതല്ല ഇതാണ്, മറ്റതല്ല മറിച്ചതാണ് എന്ന് തിരുത്തി കൊടുക്കാൻ നിൽക്കുന്നവര് നിങ്ങളുടെ വ്യക്തിയുടെ ശത്രുവാവുകയാണ്. അതുമൂലം ഇത് മക്കളുള്ളവരെ ആണെങ്കിൽ ആ ഒരു കുഞ്ഞുങ്ങളെ വരെ ബാധിക്കുന്ന ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടേതായിട്ടുള്ള പരാതിപ്പെട്ടിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് കൂടുതലും ഉള്ളത്. തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങളോട് അടുക്കണമെന്നുണ്ട്, അടുക്കുമ്പോൾ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഈ ആളെ പുറകോട്ട് വലിക്കുന്നു. അതാണൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോ ഇന്ന് നല്ലതാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും പഴയപടിയാവും. അങ്ങനെയുള്ള കാര്യങ്ങളും കാണിക്കും. പക്ഷെ ഇത് എല്ലാം നിങ്ങളുടേതായിട്ടുള്ള തെറ്റ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആളുകളുടേതായിട്ടുള്ള തെറ്റുകൾ കൊണ്ടുവന്നു, നിങ്ങളുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ കൊണ്ടുവന്നു എന്നൊക്കെയാണ് മനസ്സിലൊരു തെറ്റിദ്ധാരണ ഇതിൽ കൂടുതലുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങളിലോട്ട് ഒരുപാട് ഒബ്സഷനും കാണിക്കുന്നുണ്ട്. വസ്ത്രങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൃഗങ്ങള്, ഡ്രൈവിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങളിലോട് അമിതമായിട്ടുള്ള ഒരു ആസക്തി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ, ഇപ്പൊ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് അമിതമാണെന്നുണ്ടെങ്കിൽ അത് വിഷമാണ്. അതുപോലെ തന്നെ അത് മറ്റുള്ളവരെ ഇത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് രണ്ടു കൂട്ടർക്കും ഒരു എന്താ പറയാ, രണ്ടു കൂട്ടർക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വരെ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ കൂടുതൽ തെറ്റിദ്ധാരണകൾ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ഓരോ നിമിഷവും ഓരോ പരിപാടി പ്ലാൻ ചെയ്യും. നിങ്ങളായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇണങ്ങിപ്പോകാം, ഇനി അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവര് തന്നെ അവരുടെ ഉള്ളിലിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാകാം, മറ്റുള്ളവരെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാത്തവരാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കമ്പയർ ചെയ്ത് അത് പ്രവർത്തിക്കുന്നുണ്ടാവും നിങ്ങളോട്. കാരണം ഇത് എന്തെടുക്കുമ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അത് വേണോ, ഇത് എടുക്കണോ, മറ്റത് വേണോ, മറിച്ചത് വേണോ. അല്ലാതെ എനിക്ക് ഇവര് എൻ്റെ അടുത്ത് നിൽക്കേണ്ടവരാണ്, എന്നോട് കൂടി നിൽക്കേണ്ടവരാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇത്രയും നാൾ പ്രവർത്തിച്ചവരാണ്, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ചിന്ത വരുന്നില്ല. പകരം അപ്പുറത്തുനിന്ന് എന്ത് കിട്ടും, നിങ്ങളുടെ എന്താണ്, നിങ്ങളുടെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാകും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇവിടെ അലട്ടുന്നത്. കാരണം പുള്ളിക്കിനി അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്കിനി എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം, നെഗറ്റീവ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ മേലെ കുറ്റങ്ങളൊന്നും ആരോപിക്കുന്നത് തീരെ താല്പര്യമില്ല. അനുമോദനങ്ങളും അല്ലെങ്കിൽ അവരെ ഇത്തിരി പുകഴ്ത്തുന്ന പരിപാടിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മച്ചമ്പിയാണ് നിങ്ങളുടെ ആള്. നിങ്ങളോട് പുതിയതായിട്ട് വീണ്ടും സംസാരിക്കണം, തുടക്കം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കണം, ഷെയർ ചെയ്യണം, പങ്കുവെക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ വക പരിപാടികളും പിന്നെ ഈ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളും പുറകോട്ട് ഒരു വലിവ്, പുറകോട്ടൊരു
വലിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നു. കാരണം അവര് നോക്കുമ്പോഴെന്താ, നിങ്ങളുടേതായിട്ടുള്ള ഈ എന്താ പറയാ 1000 നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു തെറ്റ് പറ്റാത്ത ആളുകളൊന്നും ഇല്ലല്ലോ. ആ ഒരു തെറ്റിനെ മാത്രം ചില സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് അത് മാത്രം നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് കാണുന്നുള്ളൂ. അത് ഈ ഒരു ആളുകളുടെ ഒരു വേണ്ടാത്ത ആളുകളുടേതായിട്ടുള്ള ഒരു സംസർഗം, തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ഇൻവോൾവ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പരിപാടി. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രണ്ടുപേരും കൂടി ചേരുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആയിപ്പോകുന്നു. അതാണ് അതിൻ്റെ ഉള്ളൊരു പരിപാടി. ആ ജന്മ ശത്രുക്കളെ പോലെയുള്ള പരിപാടികളിലോട്ടൊക്കെ വരുന്നു. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.